അല്ല, കപ്പിൻ്റെ ഉള്ളിൽ പൊടി വരും. ലൈവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. ഇങ്ങനെ കാണുന്ന പൊടിയാണ് നമ്മുടെ വീട്ടിൽ സോഫ, ബെഡ്, കുഷ്യൻ ചെയറിൽ കാണുന്നത്. എന്റെ പൊന്നെ, ഇതിപ്പോ നിങ്ങൾ ക്ലോത്ത് വെച്ചേ കൊണ്ടാണ് അത് ഉള്ളോട് കയറാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ എടുത്തത് അല്ലേ? തീ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ മിസ്റ്റർ ബീസ് ഐ ഷൂട്ട് ഇവിടെയൊക്കെ $1.38 അതിലിപ്പം ക്യാഷ് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ഓഫറും കഴിച്ചിട്ട് 1.10 വരും. എങ്ങനെ മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത്? നമുക്ക് ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ ആണ് വരിക. പിന്നെ അതിൽ നമുക്ക് ഡുവൽ ബാറ്ററി വരുന്നുണ്ട്. വണ്ടിയിൽ വെച്ചിട്ടും ചാർജ് ചെയ്യാം, ഊരിട്ട് ചാർജ് ആണ്. അങ്ങനെ ഷേക്ക് ഹാൻഡ്. വിനോദ വിഷനാണ് വരുന്നത്. നമ്മൾ എടുത്താൽ വടയായിട്ട് വരും. അതാകുന്ന സമയത്ത് ഒരേ സൈസ് കാര്യങ്ങളൊക്കെ സൈസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് റോളിയും MRP, ഡേറ്റ്, ബാച്ച് നമ്പർ അങ്ങനത്തെ കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കോഴിക്കോട് ട്രേഡ് സെന്ററിലാട്ടോ മനോരമ ക്വിക്ക് കെയറിൽ നടത്തുന്ന ഇവിടെ ഒരു എക്സ്പോ ഉണ്ട്. എക്സ്പോ എന്ന് പറഞ്ഞാൽ 14-ാം തീയതി മുതൽ നവംബർ 14-ാം തീയതി മുതൽ നവംബർ 17-ാം തീയതി വരെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ് എക്സ്പോയിലുള്ളത് എന്നുള്ളത് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലും പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് വെച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ പ്രിന്റ് സ്പ്രേ ആവും. നമുക്ക് ഹാൻഡിൽ പ്രിന്റേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ MRP, ഡേറ്റ്, ബാച്ച് നമ്പർ അങ്ങനത്തെ കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് കാട്രിഡ്ജ് ആണ്, HP കാട്രിഡ്ജ് ആണ്. ഈ കാട്രിഡ്ജിൽ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ പോലത്തെ സർഫസിലേക്ക് പ്രിന്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? 12,500 ടാക്സ് വരുന്നുണ്ട്. ടാക്സ് വരാം, ടാക്സ് വരും. ഇതാണ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ നമുക്ക് ഇത് ഇച്ചിരി ഹെവിയാണ്. ഇതിപ്പോൾ 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. ഇതാണെങ്കിൽ 6 മാസം വാറണ്ടി. നമുക്ക് വാക്യൂം ചെയ്യണം. ചെയ്തിട്ടുള്ള വില പാക്കിങ് മെഷീനാണ്. അത് സീലിംഗ് മെഷീൻ. 5 mm വീതിയുള്ള സീലിംഗ്. ഇതിലും ചെറുത്. ഇതിപ്പോ എത്ര പാക്ക് ചെയ്യാം? 4 പാക്ക് ചെയ്യാൻ കഴിയും. ചെയ്തോളൂ അല്ലേ? നമ്പറും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. അതെ. അതെങ്ങനെ? എന്താ സംഭവം? എന്താണ്? പ്ലാസ്റ്റിക് ഫ്രീ ടൂത്ത് ബ്രഷാണ്. ഇതെങ്ങനെ വുഡാണോ വരുന്നത്? കോൺടാക്ട് നമ്പർ ഇതല്ലേ?
വിനോദ വിഷനാണ് വരുന്നത്. നമ്മൾ എടുത്താൽ വടയായിട്ട് വരും. അതാകുന്ന സമയത്ത് ഒരേ സൈസ് കാര്യങ്ങളൊക്കെ സൈസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഒരേ സൈസായി ഒരേ തൂക്കായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു മണിക്കൂറിൽ ഏതാണ്ട് 800 വട വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് അതിൽ എങ്ങനെയൊക്കെ ഉപയോഗം വരുന്നത്? ഗ്യാസും കറണ്ടും ആണോ? ഗ്യാസാണ്. കറണ്ട് HP മോട്ടറാണ് വരുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള കറണ്ടേ വരും. ഗ്യാസാണ്. ഈ വലുതാകുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എടുക്കാനൊക്കെ വേണ്ടി മാറ്റാൻ കഴിയും. ആ സമയത്ത് വേറെ ഏകദേശം എത്ര വരെ ഉപയോഗിക്കാൻ പറ്റും? എത്ര ക്വാണ്ടിറ്റി വരെ? എങ്ങനെ അല്ല, എത്ര ഉയർന്നോടെ വരെ പറ്റും? 800 പറയുന്നത് 800 മുകളിൽ ചെയ്യുന്നവരുണ്ട്. വൺ ടൈം? വൺ ടൈം ഒരു മണിക്കൂറിൽ. എല്ലാ മാവ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ വീടുകളിലൊക്കെ പറ്റി ചെറുത് വരുന്നുണ്ടോ അല്ലെങ്കിൽ വലുത് തന്നെയാണോ? വരുന്നുണ്ട്. അതേ മാറ്റുള്ളൂ. സെയിം ആണ്. ഇത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനായിട്ട് വേറെ? എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ റേറ്റ് വരും. അതിനനുസരിച്ചുള്ള എത്ര റേറ്റ് വരുന്നുണ്ട് അതിന്? 120 വരും. 120. ചെറിയ പാനാണ്. ചെറിയ പാന് ആ സമയത്ത് 1 ലക്ഷം വരും. 20 രൂപേൻ്റെ മാറ്റം വരും. അത് GST എക്സ്ട്രാ വരുമോ അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ വരും? 120 മുകളിൽ പിന്നെ GST എക്സ്ട്രാ വരും. ടാക്സ് ഒക്കെ എടുക്കുക മൊത്തത്തിൽ അല്ലേ? ഇതല്ല നമ്മൾ തന്നെ. അതായത് നമ്മൾ പ്രൊഡക്റ്റിലെ ജലാംശം വലിച്ചു കളഞ്ഞിട്ട് ഉണങ്ങി വെക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റും പറ്റുമോ? എന്ത് വരും ഇടാം? എന്ത് വേണം നമുക്ക് ചെയ്യാം. എന്തോ ചെയ്യാം. അത് ചെറുതുണ്ടോ അല്ലെങ്കിൽ എല്ലാം ഈ ഒരു സൈസിൽ മാത്രമാണ്? നമ്മുടെ 20 കിലോയുടെ ഇരിക്കുന്നത്. നമുക്ക് 1000 കിലോ വരെ ചെയ്യാം. ഇതിന് നമുക്ക് വരുമ്പോൾ 2.5 ലക്ഷം രൂപ. 2 ലക്ഷം. അപ്പോൾ GST പുറമെ വേറെ വരും. ഓക്കെ. ഇലക്ട്രിക് ബൈക്ക് അല്ലത്? എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഓൺ റോഡ് റേറ്റ് വരുന്നത് 1.10 ആണ്. 1.10 ഓഫർ പ്രൈസ്. ഓൺ റോഡ് 1.38 ആണ്. അതിലിപ്പം ക്യാഷ് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ഓഫറും കഴിച്ചിട്ട് 1.10 വരും. എങ്ങനെ മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത്? നമുക്ക് ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ ആണ് വരിക. പിന്നെ അതിൽ നമുക്ക് ഡുവൽ ബാറ്ററി വരുന്നുണ്ട്. വണ്ടിയിൽ വെച്ചിട്ടും ചാർജ് ചെയ്യാം, ഊരെടുത്ത് ചാർജ് ചെയ്യാൻ അങ്ങനെ. ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. നമുക്ക് വണ്ടിക്കകത്ത് വെച്ചിട്ടും ചെയ്യാം. അതല്ല ഇതേമാതിരി ഊരെടുത്ത് ചാർജ് ചെയ്യാൻ അങ്ങനെ. ഇതാണ് സെപ്പറേറ്റ് ബാറ്ററി വരുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇനിയിപ്പോൾ സിംഗിൾ ബാറ്ററി റൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. അങ്ങനെ ചെയ്യും. 2 ബാറ്ററിയും കൂടിയാണ് 100. സിംഗിൾ ബാറ്ററി ആകുമ്പോൾ 50 കിലോമീറ്റർ. അത് ഒന്നിൽ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാത്രം എടുത്ത് ചാർജ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഊരെടുത്ത് വീട്ടിൽ ഒന്ന് കാണിക്കാൻ കഴിയുമോ ബാറ്ററി സ്റ്റോറേജ് ഒന്ന്? ഇതാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വരുന്നുണ്ട്. ഡബിൾ ബാറ്ററി ആണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ? ഓക്കെ. അപ്പോൾ ചാർജിങ് എങ്ങനെയാണ് വരുന്നത്? ഇതിപ്പോൾ 2 ബാറ്ററിയും കൂടെ അറ്റ് എ ടൈം ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. അതിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ സിംഗിൾ ബാറ്ററി മാത്രമാണെങ്കിൽ ഇത് പുൾ ഔട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്തോ. ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ രണ്ടിനും ഒപ്പരം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. അതല്ല. ഓക്കെ. രണ്ടും പുറത്ത് ഊരിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈ കണക്ടർ എന്ന് പറഞ്ഞ ആക്സറീസ് കിട്ടാനുണ്ട്. അത് എക്സ്ട്രാ വാങ്ങണം. അത് എക്സ്ട്രാ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു 6000 റുപ്പീസ് വരും. 1.10 ഉണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഇറക്കാം. ഓക്കെ. അപ്പോൾ 100 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 100 കിലോമീറ്റർ. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് മോട്ടർ വരുന്നത് സ്വിംഗ് ആം മോട്ടറാണ്. അതായത് ബെൽറ്റും അല്ല ഹബ് മോട്ടറും അല്ല, സ്വിംഗ് ആം ആണ്. വീലും മോട്ടറും തമ്മിലൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടാവുള്ളത്. നമുക്ക് വീല് ഊരിട്ട് ചെയ്യുന്ന സർവീസ് ആണെങ്കിൽ സുഖമായിട്ട് ഊരി എടുക്കാൻ പറ്റും. സാധാ പെട്രോൾ വണ്ടി പോലെ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ വരുന്നത്? വണ്ടിക്ക് നമുക്ക് 5 years അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ആണ് കമ്പനി കൊടുക്കുന്നത്. ബാറ്ററിക്ക് സെപ്പറേറ്റ് 3 year ആണ് വരുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 years അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. കൂട്ടണുണ്ട് കൂട്ടല്ലേ? അതെ. അപ്പോൾ ടോട്ടൽ 5 years അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ വരും. ഓഫീസ് എവിടെയാണ് വരുന്നത്? ഇത് പുഷ്പ ജംഗ്ഷൻ എയ്സ് മോട്ടോഴ്സ്, കാലിക്കറ്റ് അല്ലേ? അവിടുത്തെ നമ്പറാണിത്. അതെ. കോൺടാക്ട് ചെയ്താൽ മതി. കളേഴ്സ് നമുക്ക് 5 കളേഴ്സ് വരുന്നുണ്ട്. ഈ ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച്, റെഡ്, ബ്ലൂ 5 കളറിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് അതിന്റെ ഒരു ബേസ് മോഡൽ ഞങ്ങളൊരു മെഷീനാണ്. അപ്പോൾ ഇത് സാറിന് ഈ പൗഡർ ഐറ്റംസ് ചെയ്യുന്ന 50 gram to 100 gram വരെ. ഈ പൗഡർ ഐറ്റംസ് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ഇത് ഈ മോഡലിൽ പൗഡറേ പറ്റത്തുള്ളൂ? എല്ലാ പ്രോഡക്റ്റിനും പറ്റിയതുണ്ട്. മോഡൽസ് ഒത്തിരി ഉണ്ട്. അതിലിപ്പോ ഇവിടെ ഇപ്പൊ ഡെമോ വെച്ച് ഒന്ന് കാണിക്കാവോ? ഈ മെഷീൻ മാത്രമാണ്. റോള് ഫീഡ് ചെയ്യുക. ആവശ്യമുള്ള വെയിറ്റ് എന്താ വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 100 gram 50 gram എന്താ വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര അളവാണോ വേണ്ടതെന്നുള്ളത് കറക്റ്റ് അളവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അല്ലേ? ഓക്കെ. കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോ?
ചെയ്യാം. ഓക്കെ. ലോഡറാണ് ഇത്. അരിമില്ലും നെൽമില്ലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ട്രക്കിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ അറ്റത്ത് ഒരു ചാക്കിട്ട് നമുക്ക് ആ അറ്റത്ത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാ നെല്ലുൽപ്പാദന ഏരിയയിലും ഉപയോഗിക്കുന്നുണ്ട്. അത് അവിടെ ടെലിസ്കോപ്പിയൊക്കെ ഉണ്ട്. അത് മൊത്തം മൂവ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും ഇതിൽ നടക്കും. ലോഡിങ് അൺലോഡിങ് ഒക്കെ നടക്കും. വിൽക്കോ ഇൻസിനറേറ്റർ. ഇതിനകത്ത് വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും രണ്ടും കത്തിക്കാം. ഇതിനകത്ത് വെറ്റായിട്ടുള്ള വേസ്റ്റുകൾ മുകളിൽ, ഡയപ്പർ, ഫുഡ് വേസ്റ്റ് ഇതെല്ലാം മുകളിലെ ക്യാബിനിൽ വെക്കാം. ഡ്രൈ ആയിട്ടുള്ള വീട്ടിലുണ്ടാകുന്ന തേങ്ങ, ചിരട്ട, മടൽ, ചപ്പ്, ചവറ് അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഇതിനകത്ത് ഇടാം. ഇതിനകത്ത് സ്പെഷ്യലി ഇതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം കത്തിക്കാൻ. ഇൻ കേസ് വല്ല തീയോ ചാരോ വീണിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലും ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ചാരം താഴത്തേക്ക് വീഴും. ഇതിനൊക്കെ എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ലോക്ക് ചെയ്തിട്ട് ഇത് വീണ്ടും ചാർജ് ചെയ്യുമ്പോൾ ഇത് അടച്ചാൽ മതി. അടച്ചിട്ടും കത്തിക്കാം. പിന്നെ ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് വേസ്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വെച്ചിട്ട് കൈ കൊണ്ട് തള്ളേണ്ട ആവശ്യമില്ല. ഈ സ്കിമ്മർ എന്ന് പറഞ്ഞ സാധനം ഇത് വെച്ച് തള്ളി വെക്കാവുന്നതാണ്. ഇത് ക്ലീൻ ചെയ്യാനും ഇത് ഉപയോഗിക്കും. കാരണം അടിയിൽ വല്ല ബെസ്റ്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാരം കംപ്ലീറ്റ് താഴത്തേക്ക് വരും. പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കത്തിക്കാൻ പാടില്ല. കാരണം എന്തുണ്ടെങ്കിൽ അത് നമ്മുടെ പൊല്യൂഷനെ റീസൈക്കിൾ ചെയ്യുന്ന മെഷീൻ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന മെഷീൻ നമ്മൾ ഉണ്ടായിക്കോളും. ഇതിനെങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 29,500 രൂപയാണ്. വിത്ത് GST ആണോ അല്ലെങ്കിൽ വിത്തൗട്ട് GST? വിത്തൗട്ട് GST. വിത്ത് GST എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിമ്മിണി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങുള്ള ചിമ്മിണിയാണ് നമ്മൾ വെക്കുന്നത്. 3 മീറ്റർ ചിമ്മിണി ഉണ്ടാവും. അപ്പോൾ ഈ ഹൈറ്റ് മാത്രമേ ഉണ്ടാവും അല്ലെങ്കിൽ ഹൈറ്റ് കൂടും? ഹൈറ്റ് എത്ര വേണമെങ്കിൽ കൂട്ടാം. എത്ര കൂട്ടാം? ഈ ഒരു ഹൈറ്റിനാണോ അപ്പോൾ റേറ്റ് വരുന്നത്? അതെ, ഈ ഒരു റേറ്റിനാണ് നമ്മൾ ഈ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ലൈനിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫയർ ക്ലിറ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈപ്പ് ഡാമേജ് ആവില്ല. നേരെ നോർമൽ പൈപ്പ് കൊടുക്കണമെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. നോർമൽ ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയതും എല്ലാ വീട്ടിലും എത്തണമെന്നുള്ള കൺസെപ്റ്റിലാണ് ഇത്രയും ചെറിയ മോഡൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. സിപ്പോപ്പിൻ്റെ कितने से एडजस्ट അത് മാത്രം മാറ്റി കൊടുക്കും. വേറെ രൂപത്തിലൊക്കെ ഇതിൽ തന്നെ മാറ്റാൻ കഴിയും. അച്ഛൻ മാറ്റാൻ കഴിയും അല്ലേ? ഓക്കെ ഓക്കെ. എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരാൾക്കൊരു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാം ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ അച്ചപ്പം മാത്രമാണോ വരുന്നത്? നമുക്ക് അച്ചപ്പം മാത്രം ചെയ്യാൻ പറ്റില്ല. ഇതൊരു ലിക്വിഡ് ഫോമിലുള്ള പ്രോഡക്റ്റ് അല്ലേ? അതുകൊണ്ട് അച്ചപ്പം മാത്രമാണ് വരുന്നത്. കോൺടാക്ട് നമ്പർ അതെ അതെ ഇത് മാത്രം. ഇതിന് വലിയ വാക്ക വരുന്നുണ്ടോ? എങ്ങനെയാ റേറ്റ് വരുന്നത്? 6,900. വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ 2 കൊല്ലം വാറണ്ടി കിട്ടും. 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. പ്ലസ് 1 ഇയർ സർവീസ് വാറണ്ടി. ഇതാണെങ്കിൽ ഇത് ഹാൻഡി വാക്കുകളാണ്. ഇത് നമുക്ക് ഷോപ്പുകളിലും പറ്റുമോ? സെക്ഷനുണ്ട്, ബ്ലോവറുണ്ട്. 2 അതിനുള്ളിൽ ഇതൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? 4 ആക്സസറീസ് വരുന്നുണ്ട്.
ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് വരുന്നത് 5950 ആണ്. 1500 ഓഫർ ഉണ്ട്. 4450. ഇപ്പോൾ 4450 ഇപ്പോൾ തരികയാണെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? അല്ലെങ്കിൽ ബുക്ക് ചെയ്തിടാം. ഫ്രീ ഹോം ഡെലിവറി ആണ്. വീട്ടിലെത്തിച്ചേരും. കാർ വാഷ് ആണെങ്കിൽ കാർ വാഷ് ബേസ് മോഡൽ വരുന്നത് 11,900 വരും. അതിൽ 4000 സബ്സിഡി ഉണ്ട്. കഴിഞ്ഞ 7 വാറണ്ടി ഒക്കെ എല്ലാം 2 കൊല്ലം കിട്ടും. 2 കൊല്ലം. 6 മന്ത് വാറണ്ടി പറയുന്നത് അത് നോർമൽ കടകളിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ 2 കൊല്ലം. ഇത് നിങ്ങൾ ഹോം ബ്രാൻഡാണ്, നിങ്ങളുടെ ബ്രാൻഡ് തന്നെയാണ്? കമ്പനി ഡയറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ആണ്. ഓക്കെ. ഇതിന് 2 കൊല്ലം വാറണ്ടി ഉണ്ട്. ഓക്കെ. ഒരു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി 1 ഇയർ പ്ലസ് 1 ഇയർ സർവീസ്. അങ്ങനെയാണ് 2 കൊല്ലം. ഓക്കെ ഓക്കെ. നിങ്ങൾ ചെയ്യുമ്പോൾ വെക്കണ്ട. കപ്പിൻ്റെ ഉള്ളിൽ പൊടി വരും. ലൈവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്തായാലും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. ഇങ്ങനെ കാണുന്ന പൊടിയാണ് നമ്മുടെ വീട്ടിൽ സോഫ, ബെഡ്, കുഷ്യൻ ചെയറിൽ കാണുന്നത്. എന്റെ പൊന്നെ, ഇതിപ്പോ നിങ്ങൾ ക്ലോത്ത് വെച്ചേ കൊണ്ടാണ് അത് ഉള്ളോട് കയറാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ എടുത്തത് അല്ലേ? ഈ പൊടി നമ്മുടെ ബെഡ്, സോഫ, കുഷ്യൻ ചെയറിൽ കാണുന്ന പൊടിയാണ്. ഇതൊരിക്കലും ചൂടിൽ കിട്ടില്ല. ഇതാണ് നമുക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാവുന്ന മെയിൻ കാരണം. ഈ പൊടികൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ആകുമ്പോൾ ഈ ബ്രഷ് വരും. ഇതേപോലത്തെ ബ്രഷ് ഉണ്ടാവും. ഡയറക്റ്റിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ സോഫയിലൂടെയും ബെഡിലൂടെയും സിമ്പിളായിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. മൈനോട്ട് പൊടി കയറിപ്പോലും ഹാർഡായി കിടക്കുന്ന പൊടി എല്ലാ പൊടിയും കപ്പിനകത്തൊന്ന് സ്റ്റോർ പുറത്തുകൊണ്ടുപോയി വെറുതെ കളഞ്ഞാൽ ഇതിലാകുമ്പോൾ കാണാൻ പറ്റില്ല, പറ്റി പിടിച്ചിരിക്കും. അപ്പം നിങ്ങൾ ബ്ലോവറിൽ ബാക്കിലൊന്ന് കൊടുത്താൽ അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ബ്ലോവർ ഉണ്ട്, ബാക്ക് സൈഡ് ബ്ലോവർ ആയിട്ട് കാറ്റ് അടിക്കാനുള്ളതുണ്ട് അല്ലേ? ബ്ലോവറായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഓരോ ആക്സറീസ് മാറി മാറി ഉപയോഗിക്കാം. ബാക്കിയുള്ള നമ്മൾ ചിലന്തി പോലെയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൈപ്പുകൾ വരും. താഴെ നിന്ന് തന്നെ റൂഫെല്ലാം അങ്ങനെ പൈപ്പുകൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പോകും. ജസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം, നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയും ഹൈറ്റ് നമുക്ക് താഴെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയും ഹൈറ്റ് നമുക്ക് താഴെ ചിലന്തി വലയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത്ര ഹൈറ്റ് വരെ വലിച്ചെടുക്കല്ലേ? 10 to 12 ഹൈറ്റ് നമുക്ക് താഴെ എടുക്കാൻ കഴിയും. പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ടൈല്, മാർബിൾ, ഗ്രാനൈറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഇതിട്ട് കൊടുക്കും. അതാണ് ഫ്ലോറിൻ്റെ ഫ്ലോറ് കാർപ്പറ്റ് ജസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം. ഫ്ലോറിലെ പൊടി അതിലും അതേ പവർ തന്നെ കിട്ടും. സെയിം പവറാണ്. ഇത് നമ്മളിതിൽ കണക്ട് ചെയ്യുന്നു. ഇത് നേരെ തോളത്തിടാം. ഓക്കെ ഓക്കെ. എളുപ്പത്തിന് 5 മീറ്റർ ആണ് ഇതിന്റെ കേബിൾ എക്സ്റ്റൻഷൻ കേബിൾ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. നോർമൽ 2 പിൻ പ്ലഗ് ആണ്. പവർ പ്ലഗ് ഒന്നും വേണമെന്നില്ല. എല്ലാ പ്ലഗിലും വർക്ക്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ബ്രഷുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രഷുകൾ വേറെ വരും കേട്ടോ. ചെറിയ ബ്രഷ് ഉണ്ട്. ഇത് കാറിന്റെ AC-യിൽ കാണുന്ന പൊടിയൊക്കെ എടുക്കുന്നത് വലിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് പലതരത്തിലും ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോ ഭാഗങ്ങളിലേക്ക് നമ്മൾ 14 ആക്സസറീസ് ആണ് എക്സ്ട്രാ ഉള്ളത് അല്ലേ? ചെറിയ പോയിന്റുകൾ വരെ അപ്പോൾ നമ്മൾ ആദ്യം എഡ്ജ് മാത്രം ഒന്ന് ചെറുകിയെടുക്കും. ചെറിയ തേങ്ങയ്ക്ക് എഡ്ജിനെ മാത്രം ആദ്യമായിട്ട് ഒന്ന് ചെറുകിയെടുത്ത് കഴിഞ്ഞാൽ ആ അറ്റം പോയി കിട്ടും. പിന്നെ നമുക്ക് അകത്തോട്ട് കയറ്റി വയ്ക്കാം. ഒന്നിങ്ങനെ മുകളിലോട്ട് താഴത്തോട്ട് ഇങ്ങോട്ട് റൈറ്റിൽ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി റൈറ്റ് ആദ്യം. കാരണം നമ്മുടെ മെഷീൻ കറങ്ങുന്നത് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റിലോട്ട് കൂടി. അതാകുമ്പോൾ നമുക്ക് പിടിച്ചാൽ മതി. 2 സൈഡിനായിട്ട് തേങ്ങ ചേരും. ഇനി ഇതേപോലെ അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടുന്ന് മാത്രം വരും. നമ്മളൊന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് ഇതേപോലെ തീർച്ചയായിട്ടും ചെറിയ. അതെ. ആ വെള്ളം പിന്നെ എവിടെ പോകും? വെള്ളം വേപ്പറൈസ് ആയിട്ട് പോകും. 20 ഡിഗ്രി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്ലോക്കാണ്. ഇനി തന്നെ പൊക്കോളും. വെള്ളം അവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. ഈ പാടൊക്കെ പൊക്കോളും. പോയിക്കോളൂ. പിന്നെ കഷ്ടപ്പാട് മാത്രം പോകത്തുള്ളൂ. കഷ്ടപ്പാടാകാതെ കഷ്ടപ്പാട് പോയില്ലാന്ന്. അങ്ങനെ കഷ്ടപ്പാടേ വെള്ളം വലിച്ചെടുക്കുന്നതാണ്. ബാത്റൂമിലിടാം, കിച്ചണിലിടാം, സിങ്കിൻ്റെ താഴെടാം. ഒഴിക്കുന്ന വെള്ളം പുറത്തോട്ട് വരില്ല, തെന്നി പോകത്തില്ല. സ്മെല്ലുണ്ടായി ബാത്റൂമിലെ, കിച്ചണിലെ, സിങ്കിൻ്റെ താഴേക്കണം. ഇത് മൈക്രോ ക്ലോത്ത് മെറ്റീരിയലാണ്. അതിൻ്റെ പ്രത്യേകതയാണ്. വീട്ടിൽ പഴയ ഫാൻ ഉണ്ട്, 2000 രൂപ തരുമെന്ന് പറഞ്ഞു. അതെ അതെ, അത് പറ്റുമല്ലോ. പഴയ പുതിയ 1000 രൂപ ഫാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ പറഞ്ഞിട്ടു. വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെട്ടപ്പൊടി ചേട്ടാ
മോളെത്തില്ലല്ലോ. നോക്കട്ടെ, നമുക്കില്ല. ചക്കപ്പൊടി, അരിപ്പൊടി, എള്ള്, ജീരകം, മുളയരി, തേങ്ങാക്കൊത്തൊക്കെ വെച്ച് നല്ല സൂപ്പറോളം സൂപ്പർ അവലോസ്. സ്പീക്കർ കേക്കിന് മൈദ മിക്സ് ചെയ്യുന്നതാണ് ഇത്. അല്ല, ഇത് ബേക്കറിക്ക് നമ്മൾ കേക്ക് ആ കേക്കിന് മിക്സ് ചെയ്യുന്നതാണിത്. ഇത് ബ്രെഡിനൊക്കെ മിക്സ് ചെയ്യുന്നത്. ഇത് ഓവൺ കേക്ക് ഉണ്ടാക്കുന്ന. ഇത് ടിവിയുടെ സ്ക്രീൻ ഗാർഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ വീടുകളാണെങ്കിൽ നമ്മൾ എറിഞ്ഞ അതുപോലെ തന്നെ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ എറിയുകയാണെങ്കിൽ ടി വി പൊട്ടില്ല. മനസ്സിലായില്ലേ? ടി വിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളൊരു ഗാർഡാണ്, എക്സ്ട്രാ ഗാർഡാണ്. പിന്നെ അതുപോലെ തന്നെ ടി വിയിൽ സ്ക്രാച്ച് ആവുക, അതുപോലെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പ്രൈമേഴ്സൊക്കെ വെച്ച് പിള്ളേർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഈ സ്ക്രാച്ചസ് ആവാണ്ടിരിക്കും. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ടോട്ടൽ പ്രൊട്ടക്ഷനാണ്. ടി വിയിൽ ഇറക്കം വരും, സിനിമയിലെടുത്ത്. ഇത് നമുക്ക് വരുന്നത് 3D പ്രിന്റേഴ്സ് ആണ്. നമ്മളാണെങ്കിൽ യൂണിക്വൽ റോബോട്ടിക്സ് നമ്മളിങ്ങനെ 3D പ്രിന്റേഴ്സ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽസിനെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് സ്റ്റുഡൻസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നൊരു. ഇതൊക്കെ അതിലുണ്ടാക്കിയതാണ്. വാങ്ങുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു പെൻ സ്റ്റാൻഡ് ആണ്. പെൻ നമുക്ക് ഇതിൻ്റെ വെക്കുക. ഇതിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആരും പെൻ സ്റ്റാൻഡ് എന്ന് പറയത്തില്ല. അതായത് അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഭയങ്കര കോംപ്ലക്സ് ഡിസൈൻസ് ആണ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് 3D പ്രിന്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വണ്ടിയുടെ പാർട്സ്, അലോയി. ഇത് മൂവബിൾ ആയിട്ടുള്ള കീ ചെയിൻ ടൈപ്പ്, ടൂത്ത്ലെസ് പോലത്തെ ഒരു ഇത് മൾട്ടി കളർ ആയിട്ട് ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് തന്നെയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് വരുമ്പോൾ മെഷീൻസ് വരുമ്പോൾ അറൌണ്ട് 25,000 to 50,000 വരും. ഈ ഒരു ബേസിക് മെഷീന് കൂടുതലനുസരിച്ച് 1.5 lakhs പോകും. PLA കോസ്റ്റ് ലൈക്ക് 2,000 rupees. PLA ആണ്, പോളിലാക്റ്റിക് ആസിഡ്, ബയോഡിഗ്രേഡബിളും ആണ്. പിന്നെ സാറിന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 3D പെൻ ഉണ്ട്. അതിനകത്ത് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈനിലോട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നൈസുണ്ട്. പെന്നിന് 2,000 rupees. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ണാടി പോലെ കിട്ടും. ജസ്റ്റ് സാമ്പിളിന് ഇത്ര കാണിച്ചുള്ളൂ. ഇതുപോലെ തന്നെ ഫുള്ള് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്തും ഉണ്ടാക്കിയെടുക്കാം. ഇത് ജസ്റ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനം പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് VR സെക്ഷൻസ് ആണ് വരുന്നത്. 4 VRs ഉണ്ട്. ഗെയിംസ് അവൈലബിൾ ആണ്. അതുകൂടാതെ റോളർ കോസ്റ്റേഴ്സ് അങ്ങനത്തെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് പിന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് മൂണിൽ സ്ഥലം മേടിച്ചേക്കുന്ന ഇതാണ്, കമ്പനിയുടെ ആണ് വരുന്നത്. ഇത് നമ്മുടെ ഇതാണ്, പ്ലാനറ്റോറിയം ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ പ്ലാനറ്റ്സിനെ പറ്റിയുള്ള ഇത് കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. Go to Pro എന്ന് പറഞ്ഞ ഡോഗാണ്. ഇതിനെ കൊണ്ട് നമുക്ക് എന്തും ചെയ്യിപ്പിക്കാം. ചേട്ടന് വരുവാണെങ്കിൽ നമുക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാം. നോക്കാലോ. ചേട്ടന് വോയിസ് കമാൻഡ് വേണമെങ്കിൽ അങ്ങനെ, ഹേ ബെൻ ബെൻ ഷേക്ക് ഹാൻഡ്. ഹേ ബെൻ ബെൻ വിഗിൾ ബട്ട്. അവിടെ എ മോഡിലോടും സ്വിച്ച് ആണ്. ഡാൻസ് കളിക്കും, ചാടും,
അങ്ങനെ എന്ത് പർപ്പസ് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ലീസ് ചെയ്തുണ്ടാവും, സാധാ പട്ടീനെ നടത്താൻ കൊണ്ടുപോകുന്ന ഇതിനെ നടത്താൻ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ള രോഗമാണിത്. വേറെ എന്തൊക്കെ ഉപയോഗത്തിന് പറ്റും? ഇതിനകത്ത് തന്നെ അത് നമുക്ക് കൂടിയതാണ്. അതിനകത്ത് റീലാംസ് കണക്ട് ചെയ്യാം, എന്നിട്ട് പിക്ക് ആൻഡ് പ്ലേസിന് യൂസ് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്ത് പിക്ക് ആൻഡ് പ്ലേസിനുള്ള റോബോട്ടിക് ആം വയ്ക്കാം. ഐഷോ സ്പീഡ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്, പുള്ളിയുടെ ചാനലിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് തീ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ മിസ്റ്റർ ബീസ് ഐ ഷൂട്ട് ഇവിടെയൊക്കെ ഇന്ത്യ വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെയുള്ളവർ ചെയ്തേക്കുന്ന വീഡിയോസ് ഉണ്ട്. തലകുത്തി നിൽക്കും, ഓടും, സ്റ്റെപ്പ് കയറും, സ്റ്റെപ്പ് ഇറങ്ങും. ഗൈഡോഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. താഴെ ഗൈറോളുണ്ട്, 3D ഇമേജ് ക്യാപ്ചറിംഗ് ഉണ്ട്. ചാർജിങ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമുക്ക് 3 hours വേണം, 2.5 to 3 hours ഉണ്ട്. AC 1 hour ചാർജ് ആവാൻ 1.5 hours ചാർജ് ആവാൻ. 2 ബാറ്ററി. എങ്ങനെയാ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുമ്പോഴത്തേക്കിന് അറൌണ്ട് 5 lakhs വരും, 5 to 8 lakhs ഡിപ്പെൻഡിങ് ഓൺ മോഡൽ. ഇത് അതിന്റെ ബേസിക് മോഡലാണ്. 3 to 5 lakhs. അതാകുമ്പോൾ ഒന്നുകൂടി കൂടും. അത് 35,000 rupees, 35,000 lakhs, 35 lakhs. അത് ഭയങ്കരമായ കാര്യങ്ങളുള്ളതാണ്. ഇതിനകത്ത് തന്നെ NVIDIA പ്രോസസ്സർ വരുന്നത്, ഇത് CPU വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആണോ കാര്യങ്ങൾ വരിക? ഇത് വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫ് തന്നെ ഇതിന്റെ ഇൻഡസ്ട്രിയൽ വെർഷൻ. ഇതൊക്കെ എഡ്യൂക്കേഷൻ ഡോക്സ്. ഇൻഡസ്ട്രിയൽ വെർഷൻ വരുമ്പോഴാണ് ഇതിന്റെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇതിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഡ്രോൺ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ക്യാമറ ലെഡാർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 3D ഇമേജ് ക്യാപ്ചറിംഗ് നടക്കുന്നുണ്ട്. ഈ താഴെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഇമേജ് വ്യൂ ആണ് ഇത്. പിന്നെ ആരും തട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, ഗൈറോ ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി. ഒന്നും വേണം. ഇത് യൂസ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയൽ എഡിഷൻ, ഇൻഡസ്ട്രിയൽ ടൈപ്പ് ലൈസൻസ് മിലിറ്ററി വെർഷൻ കൂടി ഉണ്ട്. മിലിറ്ററിയുടെ ഇതും കൂടിയാണ്. പക്ഷെ ആ മിലിറ്ററിയുടെ ഇത് നമ്മുടെ കൂടെ അത് പറ്റില്ല. ഇന്ത്യൻ ആർമിയുടെ ആ ഒരു ഇത്. ഇത് നേരത്തെ നമ്മൾ കണ്ട ക്വാർക്കി ഇല്ലേ, അവിടെ വെച്ച് ട്രെയിനിങ് കിറ്റിനുള്ള ആ ക്വാർക്കി വെച്ച് ഡിസൈൻ ചെയ്തൊരു സോക്കർ ബോർഡാണ്. ചെറുതാണ്, മിനി സോക്കർ ബോർഡാണ്. ഇത് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഇത് വെച്ച് ക്യാച്ച് ചെയ്യും, കൊണ്ടുപോയി കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് മൊബൈലിൽ ബ്ലൂടൂത്ത് വെച്ച് പെയർ ചെയ്ത് ഇവരുടെ ആപ്പ് ഉണ്ട്, ഡാബിൾ എന്ന് പറയുന്നത് ആപ്പ് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ വേറെ റോബോട്ടാണ്. ഈ റോബോട്ടിനെ നമുക്ക് 7 രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 7 റോബോട്ട്സ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന റോബോട്ടാണ്. ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്നത്, അവിടെ നമ്മൾ നേരത്തെ ഡോഗ് ആയിരുന്നു ചെയ്തത്. ഇപ്പം റോബോട്ട് ഡോഗിന്റെ അത് എക്സിബിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റി കൽക്കിക്കകത്തെ ബഗ്ഗിയാക്കി. ഇപ്പം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഏത് ടെറേനിലും പോകാനുള്ള വീൽസ് ആണ് ഇട്ടേക്കുന്നത്. ഏത് ഓഫ് റോഡും കയറുമെന്നല്ലേ? ഏത് ഓഫ് റോഡും കയറുന്നത്. ഇതിന് സെൻസറോ കാര്യങ്ങളോ വരുന്നുണ്ടോ? സെൻസർ ചെയ്യാൻ ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്, AI സപ്പോർട്ട് വരുന്നുണ്ട്. എല്ലാം മൊബൈലിൽ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സൈഡിലോട്ട് കാലോടെ വെച്ച കാലിന്റെ വണ്ടി കൂടെ കയറിപ്പോ നോക്കിക്കും. അങ്ങനെ ഏത് സൈഡിലോട്ടും എങ്ങനെയും പോകാനുള്ള കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. അത് എന്താ ട്രാഫിക് വരുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ പോലും സൈഡിലോട്ട് തന്നെ മാറി മൂവ് ചെയ്യുന്നത്. വണ്ടി കയറി കഴിഞ്ഞാൽ പോട്ടല്ലോ. നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇത് മിനിയേച്ചർ മോഡലാണ്. ഇതിന്റെ വലിയ മോഡലിന്റെ കാര്യം പറയുന്നത്. ഇതിൽ ക്യാമറയും വരുന്നുണ്ട്. ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ടിൽ നമുക്ക് ക്യാമറ വരുന്നുണ്ട്. അതുകൂടാതെ എത്ര മെഗാപിക്സലാണ് വരുന്നത്? ഇത് നമുക്ക് വരുമ്പോൾ അറൌണ്ട് 12 മെഗാപിക്സലിന്റെ മിനിയേച്ചർ വരുന്നത്. ഇത് നമ്മൾ മൊബൈൽ ആക്സസ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ഈ ആക്ച്വയുടെ റോബോട്ടാണ് വരുന്നത്. ഇത് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ റോബോട്ടാണ്. അങ്ങനെ ഫിറ്റ്നസ് നമുക്ക് ഫുൾ പുഷപ്പ് എടുത്ത് കാണിക്കും. അങ്ങനെ നമ്മൾ ഏത് കമാൻഡ് കൊടുക്കുന്നു അതൊക്കെ ചെയ്ത് കാണിക്കും. കുഞ്ഞ വരുന്നുണ്ടല്ലോ. കുഞ്ഞ് വരുന്നുണ്ട്. മിനിയാണ് അട്രാക്ഷൻ. മിനിയുടെ കണ്ണാണ് എന്റെ മെയിൻ. അതെ അതെ. ഇത് കയ്യിലെടുക്കാൻ പറ്റുമോ? ഇത് 2 lakhs കയ്യിലെടുക്കാൻ പറ്റുമോ? വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് കണ്ണ് മാത്രമാണോ അല്ലെ കൈയും കാലും ഒക്കെ ചലിക്കും? എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. മിനി ഇപ്പോൾ വോയിസ് കൺട്രോളിൽ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തത് മിനി കണ്ണൊക്കെ മുമ്പുണ്ട്. അതിന്റെ കണ്ണിലാണ് എല്ലാ എമോഷൻസും. കണ്ണ് രണ്ടും സെയിം സ്ക്രീന്. ഇതിൽ തന്നെയാണോ പാടുന്നത്? അതിൽ തന്നെ സ്പീക്കർ ഉണ്ട് അല്ലേ? ഞാൻ ഇവിടുത്തെ യൂണികോൾ റോബോട്ടിക്സിന്റെ ഡിജിറ്റൽ മാർക്കറ്റാണ്. ഓക്കെ, താങ്ക് യു.
എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവർ തന്നെ ഇവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ആളുണ്ട്. പിന്നെ ചെറിയ രീതിക്ക് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ പരിപാടികളാണെങ്കിൽ ഇവിടെ അതിനകത്തൊന്നുമില്ല. ഒരു വലിയൊരു സംരംഭമായിട്ട് തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടം കൂടിയിട്ടൊക്കെ തുടങ്ങാൻ പറ്റിയ പരിപാടികൾക്കുള്ളതാണ് ഇവിടെ ഉള്ളത്. അതല്ലാതെ നമ്മൾ വീട്ടിൽ ചെറിയ രീതിക്കൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് വന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർക്കുള്ള ചെറിയ മിക്സി, തേങ്ങ അരക്കുന്ന സാധനങ്ങൾ അതൊക്കെ കാണാനും വാങ്ങാനും, അതുപോലെ വാക്വം ക്ലീനർ അങ്ങനത്തെ ഒക്കെ വാങ്ങാനൊക്കെ പറ്റുന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, അങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യുക അല്ലെ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതിനൊന്നുമില്ല. നിങ്ങളൊരു വലുതായിട്ടൊരു സംരംഭം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.